സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ വൈസ്മാൻ റിജി. ഇന്നൊരു ട്രാഫിക് അവയർനെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. ഒരു വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു യങ്സ്റ്റർ, ഒരു പയ്യനെ ഞാനിന്ന് കണ്ടു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ. ഒരു മുസ്ലിം പയ്യനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ, ഞാൻ വീഡിയോയ്ക്ക് ഫ്രണ്ടിൽ വന്ന് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ എൻ്റെ പരിചയത്തിലുള്ള എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ആയതെന്നുള്ളത്. അത് എൻ്റെ കുടുംബത്തിലൊന്നും അത് അലൗഡല്ല. പക്ഷെ ഞാൻ അതുകൊണ്ട് പാഠം പഠിച്ചു. ഇത് ചേട്ടൻ തന്നെ പല വീഡിയോ ചെയ്യുന്നുണ്ട്, ചേട്ടൻ തന്നെ പറഞ്ഞോളൂ. അദ്ദേഹം അന്ന് മദ്യപിച്ച് ലക്ക് കെട്ട് പോയതാണ്. ഉറങ്ങിപ്പോയി. ഒരു ഇറക്കത്തിലായിരുന്നു. രണ്ട് പോസ്റ്റിൻ്റെ ഇടയിലാണ് ചെന്ന് ഇടിച്ച് കയറിയത്. കാല് കീറി, തോളെല്ലാം പൊട്ടി. ഇത് അന്നേരം അറിഞ്ഞില്ല. ഹോസ്പിറ്റലൈസ് ചെയ്ത് ആരോ വന്ന് എടുത്ത് പൊക്കിയപ്പം പറഞ്ഞ്, ഓക്കെ, കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ ഇത് പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, ബീഫോ ഏതാണ്ടൊക്കെ മേടിച്ച് അതൊക്കെ ഒന്ന് എടുത്ത് തന്നാൽ അത് ഞാനങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കാലിൽ നിന്ന് ചോര ഒഴുകുകയാണ്. കാലിലെ പാത ഇളകി പറഞ്ഞ് തൂങ്ങിയിരിക്കുകയാണ്. പിടിച്ചു കൊണ്ടുപോയി 39 സ്റ്റിച്ചാണ് അതിട്ടത്. പിന്നെ തോളെല്ല് ശരിയായിട്ടില്ല. ഇപ്പോഴും വെയിറ്റ് എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം ഒരു 5 കിലോ പോലും എടുക്കാൻ പുള്ളിക്ക് പറ്റത്തില്ല. പക്ഷേ ഒരു മിറാക്കുലസ് എസ്കേപ്പായിരുന്നു. അതിൽ പുള്ളി പറയുന്നത് ഇതാണ്: കഴിവതും മദ്യപിക്കാതിരിക്കുക, അഥവാ മദ്യപിച്ചാൽ വാഹനം ഓടിക്കാതിരിക്കുക. നമ്മൾ പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ്, പക്ഷേ അത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരിതാണ്. ട്രാഫിക് അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ്. റൂൾസ് നമ്മൾ നമ്മളറിയാതെ ഉറങ്ങിപ്പോയാൽ മതിയല്ലോ, ഒരു കൺട്രോൾ വിട്ടുപോയത്. അപ്പോൾ ഒരു സിവിക് സിറ്റിസൺ എന്ന നിലയ്ക്ക് നമ്മൾ ഈ ഒരു ഡിസിപ്ലിൻ നമ്മൾ കൊണ്ടുവരിക. അല്പം നേരത്തെ കഷ്ടപ്പാട് നമുക്ക് അധികം ഗുണമുണ്ടാക്കും. നമുക്കും ബാക്കിയുള്ളവർക്കും ഒരു നല്ല ആഴ്ച ആശംസിക്കുന്നു. നന്ദി.